ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇനിയും ഒരുപാട് ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണം എന്ന് ഒരുപാട് പേര് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി മുതൽ എല്ലാ ഞായറാഴ്ചകളിലും ചാർട്ട് പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് ആയിരിക്കും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റുകൾ നോക്കി തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളെല്ലാം തന്നെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. പുഷ് പ്രോട്ടോക്കോളാണ്. പുഷ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ലെയർ 1 ആൻഡ് ലെയർ 2 ബ്ലോക്ക് ചെയിനുകളിൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു Web3 ആപ്ലിക്കേഷനാണ്. ചാറ്റിങ്ങും വീഡിയോ സ്ട്രീമിങ്ങും ഉൾപ്പെടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരുപാട് സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ പുഷ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കണാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കണ്ടെത്തുക, എങ്ങനെയാണ് അവിടെ നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോയിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ തന്നെ ഒരു 3 പാർട്ടാക്കിയിട്ടുണ്ട്. അതായത് എന്താണ് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആൻഡ് എങ്ങനെയാണ് നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കുക, ആൻഡ് എങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു എൻട്രി എടുക്കുക, ഒരു ട്രേഡ് അവിടെ എങ്ങനെയാണ് എടുക്കുക, ഈ കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് സമയം കണ്ട നമുക്ക് നേരെ ചാർട്ടിലേക്ക് തന്നെ പോകാം. ആദ്യം തന്നെ എങ്ങനെയാണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദാ പ്രൈസ് ഈ രീതിയിൽ മൂവ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, പ്രൈസ് ഇതാ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്ക് ഇവിടെ ഈ ഒരു പ്രൈസിൻ്റെ ഹൈസിനെയും ലോസിനെയും ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് 2 ട്രെൻഡ് ലൈൻസ് വരയ്ക്കാം. ദാ ലോസിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്, ആൻഡ് ഹൈസിനെ ജോയിൻ ചെയ്തുകൊണ്ടും ഞാൻ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ. ഇതിനെ വെഡ്ജ് പാറ്റേൺ എന്നും പറയും. ഫോളിംഗ് വെഡ്ജും റൈസിംഗ് വെഡ്ജും വേറെയാണ്. നോർമലായിട്ട് വെഡ്ജ് പാറ്റേൺ എന്നും സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിനെ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരുകൾ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ചാർട്ട് പാറ്റേൺസിൻ്റെ പേരുകൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ഓരോ ചാർട്ട് പാറ്റേണിലും എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ വെഡ്ജ് ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് ഈ ഒരു വെഡ്ജ് പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അപ്പ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ആവുന്ന ഒരു റീജിയൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള റീജിയൻസിലായിരിക്കും നമുക്ക് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു വെഡ്ജ് പാറ്റേൺ കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനും പ്രതീക്ഷിക്കാം. അപ്പോൾ ഏത് രീതിയിലായാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ആ ഒരു കൺസോളിഡേഷന് ശേഷം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് പെട്ടെന്ന് സഹായിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ അഥവാ വെഡ്ജ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെഡ്ജ് പാറ്റേൺ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ഒരു വെഡ്ജ് പാറ്റേൺ കണ്ടെത്തുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വെഡ്ജ് പാറ്റേണിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു വെഡ്ജ് പാറ്റേൺ കണ്ടെത്താനായിട്ട് നിങ്ങൾ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രൈസ് കൃത്യമായിട്ടൊരു ട്രെൻഡിലാണോ എന്നുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം. അതായത് കൃത്യമായിട്ടൊരു അപ്പ് ട്രെൻഡിലാണോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഡൗൺ ട്രെൻഡിലാണോ, ട്രെൻഡ് ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് കൃത്യമായിട്ടൊരു ട്രെൻഡിനകത്ത് ആയിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ രീതിയിലുള്ളൊരു കൺസോൾട്ടേഷനും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ പിന്നീട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. ദെൻ ആ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ലോവർ ഹൈ ആണോ എന്ന് നോക്കാം. ദെൻ വീണ്ടും പ്രൈസ് ഒരു ലോവർ ഹൈ ആണോ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ദെൻ വീണ്ടും പ്രൈസ് ഒരു ലോവർ ഹൈ ആണോ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല, പ്രൈസ് എപ്പോഴും ഒരു ലോവർ ഹൈസ് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇത് മുകളിലെ കാര്യം. ഇനി താഴെ വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ദെൻ പ്രൈസ് ഒരു ഹയർ ലോ ആണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കുക. ദെൻ വീണ്ടും പ്രൈസ് ഒരു ഹയർ ലോ ആണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കുക. അതായത് പ്രൈസ് ഒരിക്കലും ഒരു ലോവർ ലോസ് ആയിരിക്കരുത് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പ്രൈസ് ഈ രീതിയിൽ ഹയർ ലോസും ലോവർ ഹൈസും ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലോവർ ഹൈസിനെയും ഹയർ ലോസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ട്രെൻഡ് ലൈൻസ് വരയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് ആ ട്രെൻഡ് ലൈൻ ഏകദേശം ഒരു സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വെഡ്ജ് പാറ്റേൺ ആയിട്ടോ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, പ്രൈസ് ലോവർ ഹൈസ് ആയിരിക്കണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്, ആൻഡ് അതുപോലെ തന്നെ പ്രൈസ് ഹയർ ലോസ് ആയിരിക്കണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു
കോമ്പിനേഷനാണ് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ അഥവാ വെഡ്ജ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ എന്നും എങ്ങനെയാണ് അത് കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു ട്രേഡ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഒരു എൻട്രി എടുക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ മാത്രമാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ലൈവ് ആയിട്ടുള്ള ചാർട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നമുക്ക് സംസാരിക്കാം. ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിന് പുറത്തേക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടേണ്ടതുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ തന്നെ പുറത്തേക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്കിതാ ഈ രീതിയിൽ പുറത്തേക്ക് ഒരു ക്യാൻഡിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ലോങ് പൊസിഷൻ എടുക്കാം. ഇതാ ഓക്കെ, ഈ രീതിയിൽ നമുക്ക് അവിടെ ലോങ് പൊസിഷൻ എടുക്കാം. ആൻഡ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ തൊട്ട് മുൻപുള്ള ആ ഒരു സ്വിംഗ് ലോക്ക് താഴെ ആയിട്ടായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. ആൻഡ് എങ്ങനെയാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് വേറെ ഒരു ടെക്നിക്ക് ഉള്ളത്. അതായത് ഈ ഒരു ചാർട്ട് പാറ്റേൺ ഒരു ഹൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ വരെയുള്ള ഒരു ഹൈറ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൽ നിന്നും മുകളിലേക്ക് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് തന്നെ ഒരു ടാർഗറ്റായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ആ രീതിയിലായിരിക്കും പിന്നീട് പ്രൈസ് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ. അതായത് ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും പ്രൈസ് പിന്നീട് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ. ഓക്കെ, ഇതൊരു ലോങ് പൊസിഷൻ്റെ എക്സാമ്പിൾ ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പ്രൈസിന് താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുക. ആൻഡ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ തൊട്ട് മുൻപുള്ള സ്വിംഗ് ഹൈക്ക് മുകളിലായിരിക്കും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ചാർട്ട് പാറ്റേണിൻ്റെ ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ അതിൻ്റെ ടാർഗറ്റായിട്ട് വയ്ക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ആ രീതിയിലായിരിക്കും പിന്നീട് പ്രൈസ് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിൽ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് എടുക്കുക. ഇനി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ടുള്ള ചാർട്ടിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ലൈവായിട്ടുള്ള ചാർട്ടിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രൈസ് കൃത്യമായിട്ടൊരു ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ലോ കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഒരു ഹയർ ലോ കിട്ടിയിട്ടുണ്ട്, വീണ്ടും ഒരു ഹയർ ലോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മിനിമം ഒരു 2 ഹയർ ലോ എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഒരു ലോ കിട്ടിയിട്ടുണ്ട്, ഒരു ഹയർ ലോ കിട്ടിയിട്ടുണ്ട്, ഒരു ഹയർ ലോ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് ഒരു ഹൈ വേണം. ഇവിടെ നമുക്കൊരു ഹൈ കിട്ടിയിട്ടുണ്ട്, ഒരു ലോവർ ഹൈ കിട്ടിയിട്ടുണ്ട്, വീണ്ടും ഇവിടെ ലോവർ ഹൈ കിട്ടുന്നുണ്ട്. ലോവർ ഹൈസ് ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണായിട്ട് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള നമുക്ക് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഹൈ ആണ്, ലോവർ ഹൈ ആണ്, ലോവർ ഹൈസ് ആണ്, ലോസ് ആണ്, ഹയർ ലോസ് ആണ്, ഹയർ ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ലോവർ ഹൈസിൻ്റെയും ഹയർ ലോസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എങ്ങോട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഏത് രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്തത് നമുക്ക് നോക്കാം. ആൻഡ് നമുക്ക് ഇവിടെ പുറത്തേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മളൊരു എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്, ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലോങ് പൊസിഷൻ എടുക്കുകയാണ്. ആൻഡ് സ്റ്റോപ്പ് ലോസ് നമ്മുടെ തൊട്ട് മുൻപുള്ള ആ ഒരു ലോക്ക് താഴെയായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലോക്ക് താഴെയായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വയ്ക്കുക. അതിൻ്റെ വിക്സും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ആ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട്. നമ്മളവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ടാർഗറ്റാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പാറ്റേൺ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്നാണ്. ദെൻ നമുക്ക് ഇവിടെ വരെയുള്ള ഈ ഒരു ലോ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മളിവിടെ ഒരു ടാർഗറ്റായിട്ട് വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ടാർഗറ്റ് ഇങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആവുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ സംഭവിച്ചതിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് മുൻപുള്ള ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള പാറ്റേൺ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ രീതിയിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ നമ്മളൊരു എൻട്രി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റും ഇവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ
ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കൺസോൾട്ടേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ആ ഒരു കൺസോൾട്ടേഷനിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതുകൂടാതെ അസെൻഡിങ് ട്രയാങ്കിളും ഡിസെൻഡിങ് ട്രയാങ്കിളും ഒക്കെ ഉണ്ട്. പക്ഷേ അസെൻഡിങ് ട്രയാങ്കിളിനേക്കാളും ഡിസെൻഡിങ് ട്രയാങ്കിളിനേക്കാളും ഏറ്റവും അധികം കോമൺ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ. ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്താൽ പോലും അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റും കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ പോയിട്ട് കൃത്യമായിട്ട് ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് തന്നെ ലോവർ ഹൈസും ഹയർ ലോസും തന്നെയാണ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് മാത്രം കൃത്യമായിട്ട് ഈ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം പ്രാക്ടീസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാറ്റേൺസ് എല്ലാം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കുക, പരീക്ഷിച്ച് നോക്കുക, നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.